കുട്ടികളുടെ ക്ഷേമത്തിനും ഈ സ്കൂളിലെല്ലാ പരിപാടികൾക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മനഴി LP സ്കൂളിലാണ്. ഇന്നിവിടെ തിരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി ഇന്ന് വിദ്യാലയത്തിലെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ്. ഒരു പൊതു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും അനുഭവിച്ചറിയുന്നതിലൂടെ വരും നാളുകളിൽ നല്ല പൗരന്മാരും ഭരണകർത്താക്കളുമായി മാറി നമ്മുടെ നാടിന് നന്മകൾ സമ്മാനിക്കാൻ ഇവർക്കാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടീച്ചർ, എന്റെ ചിഹ്നം കുട. എന്റെ പേര് സുബ്ദായസ് നായർ. വോട്ട് ചെയ്തിട്ട് സ്കൂളിന് എന്താ ഗുണം? ഞാൻ കുട്ടികളുടെ ക്ഷേമത്തിനും ഈ സ്കൂളിലെല്ലാ പരിപാടികൾക്കും വേണ്ടി ഞാൻ ഒത്തൊരുമയായി നിൽക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയോ? സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ പേര് ഫായിസന 4B-യിലാണ്. സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കും. സ്കൂൾ അച്ചടക്കം ചെയ്യും, പിന്നെ വൃത്തിയാവാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ നേരെയുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എന്താവും? ഈ സൗണ്ട് കേൾക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മനഴി LP സ്കൂളിലാണ്. ഇന്നിവിടെ തിരഞ്ഞെടുപ്പാണ്. അതിനുള്ള പ്രചരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടേക്കൊന്നും പോയി നോക്കാം. നമുക്ക് രാജമാഷിനോടൊന്ന് പോയി ചോദിച്ചു നോക്കാം. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് ആര് ലീഡറാവും എന്നുള്ളത്. വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്തിൽ അത്യാവശ്യം തിരക്കുണ്ട്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. യോഗ്യത ഉള്ളവർ പിന്നെ സ്കൂൾ ലീഡറായിട്ട് വരട്ടെ. വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായ ബിന്ദു ടീച്ചറോട് നമുക്ക് ഇലക്ഷനെ പറ്റി ചോദിച്ചറിയാം. ടീച്ചർ, എന്താണ് അഭിപ്രായം ഇലക്ഷനെ പറ്റി? നമ്മുടെ ഈ വർഷത്തിലെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇതിൽ കുട്ടികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നത് മുതൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഓരോ ക്ലാസ്സുകളായി അവർക്ക് വിദ്യാലയത്തിന് അനുയോജ്യനായ ഒരു സ്കൂൾ ലീഡറെ കണ്ടെത്താനുള്ള എല്ലാ പ്രചരണ പരിപാടികളും കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 4 വരെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ആരൊക്കെ അതിന് നിയോഗിക്കപ്പെടുന്നുവോ ഒരു ജനാധിപത്യ വോട്ടിങ്ങിൽ, അതുപോലെ എല്ലാ പ്രക്രിയകളും ഇന്നിവിടെ നടക്കുന്നുണ്ട്. നല്ലൊരു മന്ത്രിസഭ, ബാക്കി മത്സരിച്ചിട്ട് എല്ലാവരും ചേർന്നിട്ടുള്ള നല്ലൊരു മന്ത്രിസഭ ഉണ്ടാക്കാനും കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരാണ് ഈ ഇലക്ഷനിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷകളില്ല. കാരണം എല്ലാവരും ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇപ്രാവശ്യം വനിതാ പ്രതിനിധികളാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതാണ് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. ഇലക്ഷനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി സബ് ജില്ലയിലെ ഉമ്മനഴി LP സ്കൂളിലാണ് നിൽക്കുന്നത്. തികച്ചും ജനാധിപത്യപരമായ ഒരു വോട്ട് എടുപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 10ഓളം കുട്ടികളാണ് ഇലക്ഷനിൽ മത്സരിച്ചിരിക്കുന്നത്. BLOമാരുണ്ട്,
ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചിട്ട് സാധാരണ വോട്ട് എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തികച്ചും മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. വോട്ടെണ്ണൽ നടക്കുകയാണ്. ആരാണ് വിജയിക്കുക എന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാൻ കഴിയും. ഫലപ്രഖ്യാപന ചടങ്ങാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ 10 പേരടങ്ങുന്ന ഒരു മന്ത്രിസഭ നമ്മൾ രൂപീകരിക്കും. 68 വോട്ട് നേടി 4 ബി ക്ലാസ്സിലെ റിൻഷാദ് ഈ വർഷത്തെ സ്കൂളിൻ്റെ ലീഡർ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് ബസ്മിയ സെക്കൻഡ് ലീഡറായിട്ട് പ്രഖ്യാപിക്കുന്നു. 3-ാമത്തെ ആള് ഫായിസ. സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു വെറും സത്യപ്രതിജ്ഞയല്ല. നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം അല്ലെങ്കിൽ ആ ചുമതല ഏറ്റവും വൃത്തിയായും അച്ചടക്കത്തോടു കൂടിയും നിർവഹിക്കും എന്നുള്ള സത്യപ്രതിജ്ഞയാണ്. ഞാൻ റിൻഷാദ് എന്റെ കടമകൾ സത്യസന്ധമായി നിർവഹിക്കുമെന്നും വിദ്യാർത്ഥി മന്ത്രിസഭയുടെ അംഗം എന്ന നിലയിൽ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. മന്ത്രിസഭയിലെ അംഗം എന്ന നിലയിൽ ഞാൻ ഫൈഹാൻ. അരുൺ കൃഷ്ണ ഈ വിദ്യാലയത്തിന്റെ ആരോഗ്യ വകുപ്പ് സ്ഥാനമാണ് ഏറ്റെടുക്കുന്നത്. ശ്രീഹരി ഈ വിദ്യാലയത്തിന്റെ കായിക വകുപ്പാണ് ഏറ്റെടുക്കുന്നത്. ഈ വിദ്യാലയത്തിന്റെ വിദ്യാർത്ഥി മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് നിത. വിദ്യാലയം അതിൻ്റെ പുരോഗതിയിലേക്ക് എത്തുവാൻ ഈ 10 പേരുടെ ഒരു ലീഡർഷിപ്പ് കൂടി ഇനി അങ്ങോട്ടുണ്ടാവും. എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്കൊക്കെ എൻ്റെ വളരെ നന്ദി.